രാജേഷ് അത് സാറേ, എന്താണ് അഭിപ്രായം? ഇപ്പൊ ദുബായിൽ എത്തിപ്പെട്ട് കണ്ടൊരു വ്യക്തിയാണ്. എന്താണ് ഈ പ്ലോട്ടുകളെ കുറിച്ച്? എനിക്ക് വിശ്വാസം തന്നെയാണ്. നേരത്തെ നിങ്ങൾ ദുബായിൽ വന്ന് ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്, അൽബുസ്ഥാനിൽ വെച്ചിട്ടുള്ള MD സാറിനെയും റാഫി സാറിനെയും എല്ലാവരും കണ്ടിട്ടും എനിക്ക് വിശ്വാസം തന്നെയാണ്. എങ്കിലും എനിക്കൊന്ന് നേരിട്ടൊന്ന് ഈ പ്രൊജക്ട് എന്താണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട്, അത് കാണാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയോട് കൂടിയിട്ട് ഞാൻ 2 ദിവസം പോകേണ്ടത് ഞാൻ വീട്ടിൽ വെച്ചിട്ട് അതായത് ഇന്നലെ മെനഞ്ഞാന്ന് അവിടെ ഹോട്ടലിൽ വെച്ച് പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിനും അറ്റൻഡ് ചെയ്തു ഫുൾ ഡേ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാത്രിയിൽ സെമിനാറിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ എനർജറ്റിക് ആയിട്ടുള്ളതും അത് മാത്രമല്ല ഇതൊരു കൂട്ടായ്മയോടെ കൂടി മുന്നോട്ട് പോകുന്ന ഒരു ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയും. പക്ഷെ ഈ സാൻഡൽവുഡ് പ്ലാന്റേഷൻ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ആർക്കും ചെയ്യാം. അതിന് ഹ്യൂജ് എമൗണ്ട് വേണം. അതിന് സെക്യൂരിറ്റി സിസ്റ്റം അതും ഇതൊക്കെ നോക്കുന്നേരം ഒരു ഏക്കറയിൽ എങ്ങനെയായാലും 2 കോടി ഞങ്ങൾ സ്പെൻഡ് ചെയ്യണം സെക്യൂരിറ്റി സിസ്റ്റത്തിനും അതിനൊക്കെ. പക്ഷെ ഇതെന്ന് വെച്ചാൽ ഒരു കൂട്ടായ്മയുടെ കൂടിയിട്ടാകുന്നേരം ഞങ്ങൾക്ക് എല്ലാവർക്കും അതിൽ നന്നായിട്ട് ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ വലിയ എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും. അത് കുറച്ച് ടൈം ഉണ്ട്, ഒരു 10 വർഷം മതി. അത് ഇവരെ പ്രോപ്പർലി അവർ ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ടെന്ന് വെച്ചാൽ അതിന്റെ ഗ്രോത്ത് ഞാനിപ്പോ കണ്ടു. ഓരോ തൈ ചെടികളെന്ന് വെച്ചാൽ നല്ല വണ്ണമുണ്ട്, അത് മാത്രമല്ല നല്ല പുഷ്ടിയോടുകൂടി വളരുന്നു. അതെ. അപ്പൊ അതുകൊണ്ട് ഞാനും ഇതിന്റെ പക്ഷെ എനിക്ക് ഏറ്റവും അട്രാക്ട് ആയിട്ടുള്ളത് കോട്ടേജാണ്. ചന്ദനത്തോപ്പിൽ കിടന്നുറങ്ങാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് അത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഏതായാലും കമ്പനിയുടെ കൂടെ തന്നെ ഉണ്ട്. ഫുൾ ടൈം ആയിട്ട് ഇനി ഞാൻ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനും ഞാൻ നോക്കുന്നുണ്ട്. ഞാൻ ദുബായിൽ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ നമ്മളുടെ നാട്ടില് നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം ചെയ്തു വെക്കുകയാണെങ്കിൽ റിട്ടയർഡ് ചെയ്ത് വരുന്നാൽ നമുക്ക് പിന്നെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ആരും ഡിപ്പെൻഡ് ചെയ്യാതെ ഞങ്ങൾക്ക് വരെ അസെറ്റ് ആയിട്ട് നിൽക്കാം. അതാണ്. അതുകൊണ്ട് ഇപ്പോഴല്ലേ ആൾക്കാർ അത്, പ്രത്യേകിച്ച് പ്രവാസികളോട് ഞാൻ പറയാണ്, ഞങ്ങൾ സമ്പാദിക്കുന്നത് നമ്മൾ കുടുംബത്തിന് വേണ്ടി കൊടുക്കണം. നമ്മൾക്ക് വേണ്ടി ഒന്നും നമ്മൾ നോക്കുന്നില്ല. നമ്മളെ സ്വന്തം ശരീരം ചിന്തിക്കാതെയും നോക്കാതെയും കുടുംബത്തിനും സുഹൃത്തുക്കളും എല്ലാവർക്കും കൂടുതൽ സാമ്പത്തിക സഹായം ചെയ്യുന്ന ആൾക്കാരാണ് പ്രവാസികൾ. പക്ഷേ ലാസ്റ്റ് സമയത്ത് പ്രവാസികളുടെ കൂടെ ആരും ഉണ്ടാവില്ല. തിരിച്ചു വന്ന് ഇവിടെ റിട്ടയർമെന്റ് ലൈഫിൽ ഈവൻ സ്വന്തം ഭാര്യ ഉണ്ടാവില്ല, മക്കളും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് സ്വന്തമായിട്ട് ഞങ്ങൾ തന്നെ അത് ചിന്തിച്ചിട്ട് നമ്മൾക്ക് എന്തെങ്കിലും പിന്നീട് വേണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഇപ്പോഴെന്നെ എന്താണ് ചെയ്ത് ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ഈ കമ്പനി ഒരുപാട് സഹായങ്ങളും ചെയ്യുന്നുണ്ട്. അതായത് ഈവൻ EMI വിത്തൗട്ട് ഇൻട്രസ്റ്റ്. അത്രത്തോളം നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കമ്പനി കൂടെ ഉണ്ട്. നമ്മളെ കമ്പനിയുടെ കൂടെ നിന്ന് മുന്നോട്ട് പോവാം. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഓക്കെ രാജു. ഷഫീഖ് സാർ, പൊളിയല്ലേ? പൊളി 130ഓളം പേരാണ്.